എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. പുണർതം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഉള്ളത് വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. പുണർതം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Three of Cups. Okay. Ace of Wands and Death energy ആണ്. Strong message ആണ്. Devil energy. Two of Swords, Hermit mode. അതേപോലെ തന്നെ Tower moment. പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് തന്നെ പറയാം. ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത ആദ്യം തന്നെ 3 of Cups എനർജിയാണ്. ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദങ്ങൾ എന്ന് പറയും, സൊസൈറ്റി, നിങ്ങളുടെ ജീവിതം, പേഴ്സണൽ ലൈഫിൽ കൂടാൻ നിങ്ങളുടെ സൊസൈറ്റിയിലുള്ള നിങ്ങളുടെ ഇമേജ്, സോഷ്യൽ സ്റ്റാറ്റസ്, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, സമൂഹം, സുഹൃത്തുക്കള്, വലിയ വലിയ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്ന സമയമാണ്. ഈ സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ നിലയിലുള്ള ആളുകൾ, അവര് സാമ്പത്തികമായിട്ടും സ്ഥാനമാനങ്ങൾ വെച്ചിട്ടും ഒത്തിരി ഉയർന്നു നിൽക്കുന്ന ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അപ്പോ സുഹൃത്തുക്കൾ ആയിട്ടുള്ളവര്, ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ളവര്, പുതിയ സുഹൃത്തുക്കളും എല്ലാം ഇപ്പോൾ ഉള്ള സുഹൃത്തുക്കളുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു റീയൂണിയൻ, അതായത് നിങ്ങൾ ബാല്യകാലം മുതലുള്ള സുഹൃത്തുക്കള്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആവാം, കോളേജ് സമയത്തുള്ള ഫ്രണ്ട്സ് ആവാം, ഒരു റീയൂണിയൻ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങളിപ്പോ ഓരോരുത്തരും ഓരോ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു റീയൂണിയൻ പോലുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ റീയൂണിയൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടുമുട്ടണം എന്നില്ല. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഏതെങ്കിലും ഒത്തിരി അടുപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ നിങ്ങളെ വിളിക്കുന്നുണ്ടാവാം, സംസാരിക്കുന്നുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്, ആ ഒരു എനർജി. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മക്കളെ കൊണ്ടിട്ട്, അതായത് പ്രായമായിട്ടുള്ള നിങ്ങളുടെ ഒപ്പം എത്തിയിട്ടുള്ള മക്കളാണെങ്കിൽ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന സമയമുണ്ട്. അതേപോലെ മക്കളുടെ ഒപ്പത്തിനൊപ്പം അവരുടെ കാലഘട്ടത്തിലേക്ക് അവര് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്നുണ്ടാവും. കാരണം ഓരോ കാലഘട്ടത്തിനുള്ള മാറ്റം നമ്മളത് അതുപോലെ അനുകൂലിക്കുക. കാരണം എല്ലാ കാലഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള സൗന്ദര്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഈ ഒരു കാലഘട്ടത്തിൽ ആളുകളുടെ ചിന്തകളും പ്രവൃത്തികൾക്കും അനുസരിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റഡ് ആവുന്നുണ്ട്. ഒരു പഴഞ്ചൻ എന്നുള്ള ഒരു ഇതിൽ നിന്ന് മാറി നിങ്ങൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആവുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡെത്ത് ആൻഡ് റീബർത്ത്, അതെ, ഏസ് ഓഫ് ഫോൺസ് എനർജിയാണ്. സ്ട്രോങ് മെസ്സേജ് ആണ്. പുതിയൊരു തുടക്കമാണ് വരുന്നത്. പിന്നെ ഈ മെയ് മാസം എന്നുള്ളത് മാത്രമല്ല, പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കർക്കിടകക്കൂറിൽ പെട്ടവരാ, അല്ലെങ്കിൽ കർക്കിടകക്കൂറാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളിത് ബാധിക്കുന്നുണ്ട്. മിഥുനക്കൂറും കർക്കിടകക്കൂറും രണ്ടും പുണർതം ആളുകളുടെ മാറ്റം വരുന്നുണ്ടെങ്കിൽ കൂടിയും പ്രത്യേകിച്ചൊരു കർക്കിടകക്കൂറിൽ പെട്ടിട്ടുള്ള പുണർതം നക്ഷത്രം ആണ് നിങ്ങളുടേതെങ്കിലാണ് അത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഈ ഒരു മാറ്റം ഈ ഒരു സമയം മുതൽ മെയ് 18 തുടങ്ങി അടുത്ത വർഷം വരെയുള്ള ഒരു വർഷക്കാലത്തേക്കുള്ള സമയം എന്ന് പറയുന്നത് അടുത്ത ജൂൺ വരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങളിൽ മാറ്റം വരുന്ന സമയമാണ്. അപ്പൊ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം പ്രായോഗിക ബുദ്ധിയോടും കൂടി ക്ഷമതയോടും സംയമനത്തോടും മിതമായിട്ടുള്ള രീതിയിലുള്ള ജീവിത രീതിയിലൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കാൻ നിങ്ങൾ പറ്റുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല, ഒറ്റ മാസം കൊണ്ടും സംഭവിക്കുന്നതല്ല. പക്ഷേ അതിന് തുടക്കം കുറിക്കാൻ പറ്റിയ ഒരു മാസമാണിത്. അതിന്റെ ഒരു തുടക്കം, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമയമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ശ്രമിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വർഷക്കാലത്തിന് ശേഷം നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഒരു ജീവിതമായിരിക്കില്ല. ഇനി വരുന്ന സമയത്തിലെ നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. ആ ഒരു മാറ്റം നിങ്ങൾ അർഹിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, അതിനനുസരിച്ച് നിങ്ങളുടെ ചിന്താരീതിയിൽ മാറ്റം വരുന്നതോടൊപ്പം അതിനനുസരിച്ചിട്ട് ആക്ഷനും എടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങളെ ഒരു വ്യക്തി, നമ്മൾ പറയില്ലേ,
ഇപ്പൊ കുരങ്ങനെ കയറിൽ കെട്ടി ചാടിക്കളിക്കട എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നിങ്ങളെ കൊണ്ടിട്ട് ഒത്തിരി അവര് ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളോട് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിങ്ങളെ മറ്റാരെങ്കിലും ഒക്കെ ഇതുവരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ ആ കെട്ട് പൊട്ടിച്ച് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാവുന്ന ഒരു സമയമാണ്. അതിനി നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാവാം, ചില ആളുകൾക്ക് മാതാപിതാക്കളാവാം, സഹോദരങ്ങളാവാം. അവര് ഓരോ വ്യക്തിയും, ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിത്വം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം പല ആളുകൾ ഇപ്പൊ പറയാറുണ്ട്, ചില ആളുകൾ മാതാപിതാക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് മക്കളാകാം, അതിനിപ്പോ ഇന്ന ആള് എന്നൊന്നുള്ളതില്ല. അപ്പൊ അവരുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഇപ്പോ അവരെ ഉപയോഗിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മക്കൾ ചിലപ്പോൾ മാതാപിതാക്കളെ സ്വത്തിനോ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ ഇത് ഏത് രണ്ട് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും, ഇനി നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം, ഇത് ആര് വേണമെങ്കിലും ആകാം, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആര് വേണമെങ്കിലും ആകാം. അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നാളുകളായി, പക്ഷെ ഒരുപക്ഷെ നിങ്ങൾ ഇതെന്റെ കടമയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും ഇവരെന്റെ ബന്ധുവല്ലേ, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ സഹോദരനോ സുഹൃത്തോ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും അല്ലേ, അപ്പോൾ ഞാനിതൊക്കെ എന്തൊക്കെ ചെയ്താലും ഇവരുടെ കൂടെ നിൽക്കണം എന്ന ചിന്തയിൽ നിന്ന് നിങ്ങൾ മാറുന്നുണ്ടാവും. നിങ്ങളുടെ ആ ഫാമിലിയിൽപ്പെട്ട ആ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു നഴ്സിസ്റ്റ് ആയിരിക്കും, ഒരു ടോക്സിക് പേഴ്സൺ ആയിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട്, ആ കെട്ട് പൊട്ടിച്ചിറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഒത്തിരി ഡ്രാമയും കാര്യങ്ങളൊക്കെ സമയത്തുണ്ടാവും. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെയാണ്. ആ ഒരു ഡ്രാമയിലും ഇമോഷണൽ ബ്ലാക്ക്മെയിലും വീണു പോകാതിരിക്കുക, അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റ്, ഒരു കൗൺസിലറുടെയോ സഹായം തേടാം. അതിനർത്ഥം നിങ്ങൾ മെന്റലി സ്റ്റേബിൾ അല്ല എന്നുള്ളതല്ല. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ ടോക്സിക് ആണ്, അപ്പൊ അവരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിന് ഒരു സഹായവും തേടാവുന്നതാണ്. ഇത് പല ആളുകളിലും വരുന്ന കാര്യമാണ്. അഗെയിൻ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ കണ്ണടച്ചതുകൊണ്ട് ഇരുട്ടാവുന്നില്ല, നമ്മൾ നമ്മുടെ കണ്ണടച്ച് വെക്കുന്നത് കൊണ്ടാണ് നമുക്കത് ഇരുട്ടായിട്ട് തോന്നുന്നത്. കാരണം അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ നമ്മളായിട്ട് അതിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കുന്നില്ല. കാരണം ചില ആളുകൾക്ക് സമൂഹത്തുള്ള ഭയമായിരിക്കും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും, ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാരന്റ്സിന്റെ കാര്യമാണെങ്കിൽ പറയും, എന്തൊക്കെ പറഞ്ഞാലും അവർ നിന്റെ അച്ഛനല്ലേ, അവരുടെ അമ്മയല്ലേ എന്ന് പറയുന്നുണ്ടോ. പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന ആത്മസംഘർഷം മറ്റുള്ളവർ ഒരിക്കലും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നമ്മളുടെ സാമൂഹിക ചുറ്റുപാട്, പ്രത്യേകിച്ച് ഇനി ഒരു കൗൺസിലറോ സൈക്കോളജിസ്റ്റിനോ തെറാപ്പിസ്റ്റിനോ കാണുകയാണെങ്കിൽ പോലും അവരും ഈ സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് അവർ പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ അത് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവരുടെ ചിന്താഗതിയിൽ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സമൂഹം തന്നെ ചിന്തിക്കുന്ന രീതിയിലായിരിക്കും അവരും ചിന്തിക്കുന്നുണ്ടാവുക. അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ എന്ന് പറയുന്ന സോക്കോൾഡ് ആളുകളായിരിക്കും നിങ്ങളെ വഴിതെറ്റിച്ചു വിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള വ്യക്തികളുമായിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കോൺസെൻട്രേഷൻ കുറച്ച് കുറയാം. അപ്പോൾ കോൺസെൻട്രേഷൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുക, ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധ അർപ്പിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ ജോലി സംബന്ധമായിട്ടും മറ്റു കാര്യങ്ങളിലും ഒക്കെ പൊതുവെ നല്ല സമയമാണ്. ജോലിയും ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വലിയ സംഘർഷങ്ങളൊന്നുമില്ല. കൂടുതലായിട്ടും സംഘർഷം കാണിക്കുന്നത് പേഴ്സണൽ ലൈഫിലാണ്, അതിപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലാണ് കാണിക്കുന്നത്. സോഷ്യൽ ലൈഫും വളരെ മെച്ചമാണ്. പേഴ്സണൽ ലൈഫിൽ ഈ ഒരു സംഘർഷത്തിന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ലെങ്കിൽ അതിൽ നിന്ന് അകന്നു പോവുക, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുക. അവിടെ തന്നെ നിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കുറഞ്ഞ പക്ഷം ഒരു 10 മിനിറ്റെങ്കിലും ദിവസം മെഡിറ്റേഷന് സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ആത്മീയതയിലൂടെ നിങ്ങൾക്ക് മനസ്സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുക. അതേപോലെ ടവർ മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഒരു വർഷക്കാലത്തിന് ശേഷം നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുമ്പോൾ അതിന്റെ തുടക്കം ചിലപ്പോൾ ഒരു ടവർ മൊമെന്റ്, അതായത് ഒരു നിങ്ങൾ ഇതുവരെ കെട്ടിപ്പൊക്കിയ എന്തോ ഒന്ന് ഇടിച്ച് പൊളിച്ച് വീഴാണ്. അപ്പോൾ വീണ്ടും ഫൗണ്ടേഷൻ ഇട്ട് പുതിയതായിട്ട് കെട്ടിപ്പൊക്കേണ്ടി വരുന്ന ആ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ വളരെ സംഘർഷഭരിതമായിരിക്കും. പക്ഷേ അതിന്റെ അവസാനം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് എത്തുകയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഈ ഒരു സംഘർഷം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കെട്ടിപ്പൊക്കിയത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ ലൈഫിലായിരിക്കും. കരിയറിൽ കുറവാണ്, കരിയർ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്.
പേഴ്സണൽ ലൈഫിലാണെങ്കിൽ ഒരു പക്ഷേ ഈ ബന്ധങ്ങളിൽ നിന്ന് അകലുന്നതായിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നത് ടവർ മൊമെന്റ് ആയിട്ടായിരിക്കാം, പക്ഷെ ശരിക്കും അതൊരു ആ ഒരു ടവർ മൊമെന്റ് സംഭവിക്കുന്നത് പുതിയൊരു ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് ദൈവത്തെയാണ് വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ ആരാധിക്കേണ്ടത് എന്ന് കൂടിയിട്ട് നമുക്കിവിടെ നോക്കാം. കാമദേവനാണ് കാണിക്കുന്നത്, പോസിറ്റിവിറ്റിയാണ്. സ്നേഹം ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കേണ്ടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ ചിന്തിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് എന്തും സഹിച്ചു നിൽക്കുന്നതാണ്, ത്യാഗമാണ് സ്നേഹം എന്നുള്ളതാണ്. ത്യാഗം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് സെൽഫ് ലവ് ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്, സ്വയം വിശ്വസിക്കുക എന്നുള്ളത്. ആ ഒരു എനർജിയാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു നമ്മളുടെ നാട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് കേരളത്തിൽ കാമദേവന്റേതായിട്ടുള്ള അങ്ങനെ ഒരു ക്ഷേത്രം എന്നുള്ള രീതിയിൽ ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. മറ്റിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ ഇത് നമ്മൾ പലപ്പോഴും ഈ ഒരു ദേവനെ കാണിക്കുമ്പോൾ പ്രണയത്തിന്റെ ഒരു ദേവൻ എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ പ്രണയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സാഹചര്യവുമുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കാമദേവനെ ആരാധിക്കുക. ഇപ്പോൾ നോർത്തിലാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാം. നാട്ടിലുള്ളവരാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല കാര്യങ്ങളാണ് എങ്കിൽ ശിവപാർവതി ക്ഷേത്രം, ശിവനും പാർവതിയും ഒരുമിച്ചിട്ടുള്ള അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ സന്ദർശിക്കുന്നത് മഹാദേവനെയും ശിവനെയും പാർവതിയും ഒരുമിച്ചിട്ട് ആരാധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.